5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അമ്മേ, വാതിലോർക്ക്. അമ്മേ, എല്ലാവരും ഉറങ്ങി. വാ വാ വാ. വാ, പോയി പോയി. വാ ഓടാ. പതുക്കെ. വൈ വൈ. വാ. അമ്മേ, ഇപ്പൊ അമ്മക്ക് വിശ്വാസായ ചാര് വിത്ത് വിതക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്? നീ എന്റെ മോനല്ലേടാ. നിന്നെ എനിക്ക് വിശ്വാസാടാ. എന്റെ മോൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന അമ്മയ്ക്കറിയാടാ. അമ്മേ, ഞാനിവിടെ വന്നപ്പോ തന്നെ എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് ശരി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും സമാധാനം നഷ്ടപ്പെടും. എടാ, നിന്നെ ഓർത്ത് ഈ അമ്മയ്ക്ക് സമാധാനം ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു. ആ സമാധാനം എനിക്ക് തിരിച്ചു കിട്ടിയേ. പക്ഷേ എനിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ അവളെ ആ ചാരു തറവാട്ടിൽ നിന്ന് കണ്ണീരോട് ഇറങ്ങി പോകുന്നത് കാണോടാ എനിക്ക്. അത് കണ്ട് നിന്റെ അച്ഛനും ആകാശം ഉമ്മറപ്പടിയിൽ തളർന്നിരിക്കും. ആ കാഴ്ച എന്റെ സ്വപ്നമാടാ. സളച്ചു. എടാ മക്കളെ, ആ തോട്ടിലെ വെള്ളത്തിൽ ഇറക്കി വെച്ച വിത്ത് മാറ്റിയിട്ട് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലെ വിത്ത് വെക്കണം. അവള് വിത്ത് വിതയ്ക്കുന്നത് എനിക്കൊന്ന് കാണണം. അവളുടെ ഒരു വിത്ത് വിതയ്ക്കല്. കേട്ടോ ചാരു, പാടത്തെ പണിക്കാർക്ക് എന്നും ഇതുപോലെ സദ്യ കൊടുക്കണമെന്ന് അച്ഛന് നിർബന്ധമാ. അവരാ ഈ തറവാടിന്റെ നെടുന്തൂണെന്നൊക്കെ അച്ഛൻ പറയാറ്. മുത്തച്ഛന്റെ കാലം മുതലേ തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ ഇങ്ങനൊന്നും ഇല്ല ചാരു. വിത്ത് വിതയ്ക്കുന്ന അന്ന് മാത്രം. അമ്മ വന്നതിൽ പിന്നെ ഈ മാറ്റങ്ങളെന്നൊക്കെ അച്ഛൻ പറയാറ്. കാലവും മാറിയില്ലേ ചാരു? ബാലമാമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ബാലമാമയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം. പഴയ ഓർമ്മകളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ എത്തുന്ന ദിവസം. ആ നല്ല കാലമൊന്നും കാണാൻ വേണ്ടിട്ട് നമുക്ക് യോഗമില്ല ചേച്ചി. ശരിയാനു, ഞാനും അത് ആലോചിച്ചിട്ടുണ്ട്. എല്ലാം മതിയോ? ഇത്രയും പോരെ?
ആ ആ മതി മതി ഇളക്കിക്കോ. മാമേ ചാരുമോളെ താങ്ക്സ്. എന്തിനാ ബാലമാമേ താങ്ക്സ് ഒക്കെ പറയുന്നേ? കഴിഞ്ഞ വർഷം വരെ ഇന്നത്തെ ദിവസം ഇവിടെ സദ്യ ഉണ്ടാക്കിയിരുന്നത് പുറത്തുനിന്ന് ആളെ വെച്ചാ. വീട്ടിൽ നമ്മൾ കഴിക്കുന്നതിന്റെ ഒരു പങ്ക് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് കൊടുക്കുമ്പോ അവരുടെ വയറല്ല മനസ്സാണെന്നറിയുന്നത്. ഇനി എല്ലാ കൊല്ലവും നമുക്ക് ഇതുപോലെ സദ്യ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാച്ചാ. ചാരു ചേച്ചിയുടെ കൂടെ നിന്ന് ഞാനും പാചകം പഠിക്കുന്നുണ്ട്. എന്റെ 4 മക്കളിൽ 3 പേരും എന്റെ അച്ഛന്റെ അമ്മയുടെ അതേ മനസ്സുകൊണ്ടാ മറ്റുള്ളവരെ നോക്കിക്കാണുന്നത്. ഒരുത്തൻ മാത്രം അവന്റെ അമ്മയെ പോലെ തന്നെ മനസ്സ് മുരടിച്ചു പോയി. ബാലമാമേ വേറൊന്നും ചിന്തിക്കണ്ട. ഇല്ല മോളെ, ഒന്ന് പോയാലും എനിക്ക് 4 ബാക്കിയില്ലേ? അതെങ്ങനെ വെച്ചാ 4 1 പോയ 3 എനിക്ക് ഇപ്പോഴും 4 മക്കളാ, എന്റെ ഈ ചാരുമോൾ ഉൾപ്പെടെ. ബാല, ദേ പാടത്തെ കൊച്ചുമാരൻ ചേട്ടൻ പണിക്കാരും എത്തിയിട്ടുണ്ട്. വിത്ത് കൊണ്ടുപോണ്ടേ? മക്കളോട് സംസാരിച്ചു നിന്നപ്പോ ഞാനത് ഓർത്തില്ല. ചാരുമോളെ ആ വാ, തടക്കി വെച്ച വിത്തെടുത്ത് കൊണ്ടുപോകണം. ആ ഇപ്പൊ വരാം ബാലമാമേ. ചേച്ചി അതൊക്കെ ഇട്ടായിരുന്നോ? വിത്തെല്ലാം മുളപൊട്ടിയില്ലേ ഗോപി? അത് ഞാൻ നോക്കിയില്ല മോശേ. ബാല, ചാരുമോളല്ലേ വിത്തെടുത്തത്? ഒന്നില്ലാതെ എല്ലാം മുളകൊട്ടിട്ടുണ്ടാവും അല്ലേ ഗോപി? അതെ. എന്താ കൊല്ല?